മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിലെ പോക്സോ കേസിൽ വഴിത്തിരിവ് എന്ന വാർത്ത വരുന്നു. സഹപാഠികൾ പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ മൊഴിയും വൈദ്യപരിശോധനാ ഫലവും തമ്മിൽ വൈരുദ്ധ്യം. പെൺകുട്ടി പീഡനത്തിനിരയായിട്ടില്ലെന്നാണ് വൈദ്യപരിശോധനാ ഫലമെന്ന് പോലീസ് അറിയിച്ചു. അത് ആശ്വാസം. എന്നാൽ പെൺകുട്ടി എന്തിന് കള്ളം പറഞ്ഞു എന്നതാണ് പ്രധാന ചോദ്യം. വ്യക്തിവിരോധത്താലാണോ പെൺകുട്ടി പീഡന പരാതി നൽകിയതെന്ന സംശയത്തിലാണ് പോലീസ്. പെൺകുട്ടിയുടെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. ചോദ്യം ചെയ്തവരെ പോലീസ് വിട്ടയച്ചു. പെൺകുട്ടി ഇപ്പോൾ CWC സംരക്ഷണത്തിൽ തുടരുകയാണ്. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. പ്രവീൺ, ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമുള്ളത് ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അല്പം ആശങ്കയായിട്ടുള്ളത് ആ കുട്ടി പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു മൊഴി കൊടുത്തത് എന്നുള്ളതാണ്. നമുക്ക് ലഭിച്ച വിവരം എന്താണ്? പെൺകുട്ടിക്ക് മറ്റെന്തെങ്കിലും എന്ത് കാരണത്താലാണ്, മറ്റെന്തെങ്കിലും പ്രചോദനമുണ്ടായിരുന്നോ ഇങ്ങനെയൊരു കള്ളമൊഴി കൊടുക്കാൻ? ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ നാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഏറെ ഞെട്ടലോടുകൂടിയായിരുന്നു. കാരണം സഹപാഠികൾ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം കേട്ടപ്പോൾ അതിൽ വലിയ സങ്കടം തോന്നിയിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥും ഇക്കാര്യം പരാമർശിച്ചിരുന്നു. കുട്ടികൾ തന്നെ ഇങ്ങനെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ വേദനാജനകമാണ് എന്നുള്ള ഒരു കാര്യം കൂടി മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞിരുന്നു. ഇന്നലെ ഈ കുട്ടിയുടെ വൈദ്യപരിശോധന പോലീസ് നടത്തിയിരുന്നു. ആ വൈദ്യപരിശോധന ഫലത്തിൽ നിന്നും പീഡനം നടന്നിട്ടില്ല എന്നാണ് വ്യക്തമായതെന്നാണ് പോലീസ് പറയുന്നത്. 4 സഹപാഠികൾ ഉൾപ്പെടെ 10 പേർ തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു ഈ പെൺകുട്ടിയുടെ മൊഴി. CWCക്കും അതേ മൊഴി തന്നെയാണ് ഈ പെൺകുട്ടി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഈ 4 ആൺകുട്ടികളെയും സുഹൃത്തുക്കളായിട്ടുള്ള സഹപാഠികളായിട്ടുള്ള ആൺകുട്ടികളെയും മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ വിളിച്ചു വരുത്തി പോലീസ് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഒപ്പം തന്നെ പ്രായപൂർത്തിയായിട്ടുള്ള മറ്റ് 2 പേരും കൂടി ഉണ്ടായിരുന്നു. അവരെയും ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടിയാണ് വൈദ്യപരിശോധനാ ഫലം വന്നത്. ആ വൈദ്യപരിശോധനാ ഫലത്തിൽ പറയുന്നത് പീഡനം നടന്നിട്ടില്ല, മർദ്ദനമൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. ഇതോടുകൂടി പോലീസ് പ്രതിരോധത്തിലായി. ഈ വിളിച്ചു വരുത്തിയ 4 സഹപാഠികളെയും കസ്റ്റഡിയിലെടുത്ത 2 പ്രായപൂർത്തിയായവരെയും ഇന്നലെ തന്നെ പോലീസ് വിട്ടയച്ചു. പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് വ്യക്തിവിരോധത്താലാണോ പെൺകുട്ടി ഇത്തരത്തിലൊരു പീഡന പരാതി നൽകിയതെന്നാണ്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് തന്നെ 10 പേർ പീഡിപ്പിച്ചു, അതും 2 ഇടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി. സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചും സുഹൃത്തായിട്ടുള്ള സഹപാഠിയായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും അങ്ങനെ 2 ഇടങ്ങളിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു പെൺകുട്ടി മൊഴി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ 4 സഹപാഠികളെയും കസ്റ്റഡിയിലെടുത്ത മുതിർന്ന ആ 2 പേരെയും അവർ ആ സമയത്ത്, അതായത് പെൺകുട്ടി മൊഴിയിൽ പറയുന്ന ആ സന്ദർഭം, ആ ദിവസം അത് എവിടെയായിരുന്നു എന്നുള്ളത് വിശദമായി പോലീസ് അന്വേഷിച്ചിരുന്നു. അപ്പോൾ തന്നെ ഒരു വൈരുദ്ധ്യം പോലീസ് മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷമാണ് വൈദ്യപരിശോധന നടത്തിയത്. വൈദ്യപരിശോധനാ ഫലം എന്നുള്ളത് പീഡനം നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വ്യക്തിവിരോധമാണോ എന്ന ഒരു സംശയം പോലീസിന് ഇപ്പോൾ ഉണ്ട്. ഏതെങ്കിലും പ്രണയബന്ധം ഉണ്ടായിരുന്നോ, പ്രണയബന്ധം തകർന്നിരുന്നോ, അതിന്റെ മനോവിഷമം കൊണ്ടാണോ ഇത്തരത്തിൽ ഒരു പോലീസിനുണ്ട്. ഇപ്പോൾ ആർക്കെതിരെയാണോ മൊഴി പറഞ്ഞത് ആ കുട്ടികളിൽ ഒരു കുട്ടിയോട് ഈ പെൺകുട്ടിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നുവെന്നും ആ ഇഷ്ടം അറിയിച്ചപ്പോൾ ആ ആൺകുട്ടി അത് താല്പര്യത്തിലെടുത്തില്ല എന്നുള്ളതും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ. അങ്ങനെ കൗമാരകാലമല്ലേ, ആ കാലത്തിൽ സംഭവിക്കാവുന്ന ഇൻഫാക്ച്വേഷൻസ് ആണ് കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? നമ്മൾ സാധാരണ ഹിന്ദി സിനിമയിലൊക്കെ ആണെങ്കിൽ ഒരു ത്രികോണ പ്രണയം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പെൺകുട്ടിക്ക് ആൺകുട്ടിയോടൊരു ഇഷ്ടം, ആ ആൺകുട്ടിക്കും വേറൊരു പെൺകുട്ടിയോടുള്ള ഇഷ്ടം. അപ്പോൾ ഇതിലൊരു പ്രതികാര ബുദ്ധിയോടുകൂടി ഈ കുട്ടി ഇങ്ങനെ ഒരു മൊഴി കൊടുത്തു എന്നുള്ളതാണ് ശരി, അല്ലേ? അതാണോ ഇപ്പോൾ പുറത്തു വരുന്നത്, പ്രവീൺ? വൈദ്യപരിശോധനാ ഫലം ഇന്നലെ തന്നെ ഡോക്ടർ പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിരുന്നു. ഡോക്ടർ ഈ പെൺകുട്ടിയെ കണ്ടിരുന്നു, പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. നമുക്കറിയാൻ കഴിയുന്നത് പെൺകുട്ടി പറഞ്ഞത്, ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ തന്നെ തനിക്ക് ഒരാളോട് പ്രണയമുണ്ടായിരുന്നു. പക്ഷേ അത് വൺ സൈഡ് ആയിരുന്നു, അതായത് അങ്ങോട്ട് മാത്രമായിരുന്നു പ്രണയം ഉണ്ടായിരുന്നത്. അതിൽ തനിക്ക് മനോവിഷമം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ ഒരു മനോവിഷമത്തിലാണ് ആ സുഹൃത്തായിട്ടുള്ള സഹപാഠിയായിട്ടുള്ള ആ ആൺകുട്ടിയെയും ഒപ്പം തന്നെ ആൺകുട്ടിയുടെ സുഹൃത്ത് വലയത്തിലുള്ള ചിലരെയും ചേർത്തുകൊണ്ട് ഒരു കഥ മെനഞ്ഞത്. അങ്ങനെ ഒരു കാര്യം ഈ പെൺകുട്ടി ഡോക്ടറോട് പറഞ്ഞതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് വീണ്ടും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ തന്നെ പോലീസ് പ്രാഥമികമായി ഒരു മൊഴിയെടുപ്പ് വീണ്ടും നടത്തിയിരുന്നു. അതിലും ഈ ഡോക്ടറോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പെൺകുട്ടി പോലീസിനെയും അറിയിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രണയം തോന്നുന്നു, ആ പ്രണയം സാഫല്യത്തിലെത്തുന്നില്ല. അതിൻ്റെ മനോവിഷമത്തിൽ ആ സുഹൃത്തിനെ കൂടി ചേർത്തുകൊണ്ട്, സഹപാഠിയെ കൂടി ചേർത്തുകൊണ്ട് ഒരു കഥ മെനയുന്നു. പിന്നീട് അത് തൻ്റെ ഒരു ബന്ധുവിനോട് പറയുന്നു. ബന്ധു അത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കുന്നു. കാരണം സഹപാഠികൾ ഉൾപ്പെടെ 10 പേർ
ഈ പറയുന്ന മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അപ്പോൾ അത് ചൈൽഡ് ലൈനെ അറിയിക്കുന്നു. ചൈൽഡ് ലൈൻ അധികൃതർ CWC അറിയിക്കുന്നു. പിന്നീട് CWC പോലീസിനെ അറിയിക്കുന്നു. പിന്നീട് മൊഴിയെടുപ്പ് നടക്കുന്നു. ആദ്യത്തെ മൊഴിയെടുപ്പിൽ പെൺകുട്ടി തൻ്റെ മൊഴിയിൽ തന്നെ, അതായത് ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. അതായത് സഹപാഠികൾ ഉൾപ്പെടെ 10 പേർ തന്നെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ പെൺകുട്ടി ഉറച്ചു നിന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് പോയത്. പക്ഷേ ഈ വൈദ്യപരിശോധന റിപ്പോർട്ടിൽ പറയുന്നത് പീഡനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ദേഹത്ത് പരിക്കേറ്റ പാടുകളോ അല്ലെങ്കിൽ മർദ്ദനമേറ്റതിന്റെ ലക്ഷണങ്ങളോ ഒന്നും വൈദ്യപരിശോധനയിൽ നിന്ന് വ്യക്തമായിട്ടില്ല. അതോടുകൂടി പോലീസ് ഇപ്പോൾ പറയുന്നത് പെൺകുട്ടി ഈ ഇത്തരത്തിലൊരു നടക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പെൺകുട്ടി മൊഴി നൽകി എന്നുള്ളതാണ്. ഏതായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം തുടരുന്നുണ്ട്. കാരണം ഒരു 13-കാരിയാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചത്. അത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് പോലീസിന് ഉറപ്പാക്കേണ്ടതുണ്ട്. വീണ്ടും പോലീസ് മൊഴിയെടുക്കും. പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോ അതാണല്ലോ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ മൊഴിയെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അത് വൈരുദ്ധ്യമാണെന്ന് തെളിഞ്ഞതുകൊണ്ടാണല്ലോ ഇപ്പോൾ ബാക്കിയുള്ള ആ 6 കുട്ടികളെയും ഇപ്പോൾ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ഇതിനകത്തൊരു കള്ളം പറഞ്ഞതാണ്. ഇതൊക്കെ ഒരു കൗമാരകാലത്തെ ഇൻഫാക്ച്വേഷൻസ് എന്ന് നമ്മൾ കരുതിയാൽ മതി. പക്ഷേ ഇതൊക്കെ ഗൗരവത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ശക്തമാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ശക്തമാവണം എപ്പോഴും കുട്ടികളുടെ ഉള്ളിലിരിപ്പൊക്കെ നമ്മൾ മനസ്സിലറിയുക. കുട്ടികളൊക്കെ ചിലപ്പോൾ അവരുടെ ആ സമയത്തെ തോന്നലിൽ ആ ഒരു വൈകാരികമായ തള്ളിച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരും, അല്ലേ? സ്വാഭാവികമാണ്. ഒരു കുട്ടിക്ക് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഇഷ്ടവും അടുപ്പവും ഒക്കെ തോന്നാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. തോന്നലാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷേ അതിനെല്ലാത്തിനും ഒരു പരിധിയും അതിനെല്ലാത്തിനും അതിൻ്റെതായ ഒരു മാന്യതയും ഒരു അതിർവരമ്പും ഉണ്ട് എന്നുള്ളത് കുട്ടിയെ ബോധ്യപ്പെടുത്തുക കൂടി വേണം. അത്രയേ ഉള്ളൂ.